എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂത് നന്ദി കടന്നു പോയി. കുഞ്ഞാടിൻ്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷീണത്തിൽ. മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷീണത്തിൽ. ആറ് ഓനു ഞാൻ ഇനി അടിമയല്ല. പരമാസിയോ ഞാൻ എന്നേനല്ല. മാറ മധുരമാക്കി തീർക്കുമാവൻ. പാറ പിളർന്നു ദാഹം പോക്കുമാവൻ. മാറു വീലൻ ദൈവം എനിക്കധിപതിയെ താരു മാവൻ പുതു മന്നാതു മാറിയേ. മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. ആനന്ദമേ പരമാനന്ദമേ, കാണാം ജീവിതം എനിക്കാനന്ദമേ. എൻ്റെ ബലവും എൻ്റെ സംഗീതവും എൻ്റെ ക്ഷേയുമേശുവത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 21 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാതന നിഷേധിച്ചതും ഇല്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധി ആക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നോക്കാം. സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് നോക്കാം. അതിനായി മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ലൂക്കോസ് 24:47 മാനസാന്തരവും പാപമോചനവും സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്ന് കാണുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 20-ാമത്തെ തിരുവചനത്തിൽ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 11:19 എന്നാൽ ശിഷ്യന്മാർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ സഞ്ചരിച്ചു എന്ന് കാണുന്നു. ലൂക്ക് എന്ന് ഹല്ലേലൂയ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. സകല ജാതികളോടും എന്നത് യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് കാണുന്നു. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളത് ഒരു മർമ്മം ആകുന്നു. യഹൂദ മതക്കാരായ അപ്പോസ്തലന്മാരുടെ ബുദ്ധിയിൽ ജാതികളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയി. കർത്താവ് തന്റെ ഹിതം നടപ്പിലാക്കുവാൻ പത്രോസിനോട് ഇടപെട്ടു. മനുഷ്യരോ ദൂതന്മാരോ പറഞ്ഞാൽ പത്രോസ് അംഗീകരിക്കയില്ല എന്ന് നന്നായി അറിയാമായിരുന്ന ദൈവം നേരിട്ട് പത്രോസിന് ഹല്ലേലൂയ ദർശനത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 10:9 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദർശനത്തിൽ ഹല്ലേലൂയ ദൈവം കാണിച്ചു കൊടുക്കുവാൻ ഇടയായി. അങ്ങനെ അപ്പോസ്തലൻ കൊർന്നല്ലോസിന്റെ വീട്ടിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ചു. വചനം കേട്ട്
വചനം കൈക്കൊണ്ട കൊർന്നല്യസിന്റെ ഭവനത്തിൽ കർത്താവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ അവരെല്ലാം അഭിഷേകം ചെയ്യുവാൻ, അവരെല്ലാം സ്നാനമേൽക്കുവാനും ഇടയായി തീർന്നു. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാർ പറഞ്ഞു, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 10:45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ആർക്കും കഴിയാതെ വണ്ണം ഹല്ലേലൂയ മനുഷ്യർക്ക് കഴിയാത്തതാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 11:2 കാണുന്നത്, പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകുക എന്നത് യഹൂദന് നിഷിദ്ധം ആയതാണ്. മാത്രമല്ല അവരോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ ആമേൻ. ആത്മാവിന്റെ ഫലമാണ് ദൈവ സ്നേഹത്തിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത്. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ ചെന്നാറെ ജാതികളോട് കൂടെ തിന്നുപോന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് പരിച്ഛേദനക്കാർ വന്നപ്പോൾ അവരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു എന്ന് ഹല്ലേലൂയ ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇത് ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഹല്ലേലൂയ കൂടെയുള്ള സ്നേഹിതന്മാരോട് കൂടെ ഒരുമിക്കുവാൻ കഴിയാത്തത് പിശാചിന്റെ തന്ത്രം ആണ്. ദൈവാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷമാണ്. ഹല്ലേലൂയ സ്നേഹത്തിന്റെ ഐക്യതയുടെയും കൂട്ടായ്മയുടെയുമായ ഒരാത്മീയ ബന്ധം പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവനിൽ കുറ്റം കാണുകയാൽ പൗലോസ് കേഫാവിനോട് അഭിമുഖമായി എതിർത്ത് നിന്നു. വളരെ സീനിയറായ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ പത്രോസിനോട് പൗലോസ് എതിർക്കുകയോ ഇന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യം. ഹല്ലേലൂയ 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ സഭകൾ ഹല്ലേലൂയ കാണപ്പെടുന്നു. സഭകളുടെ നടുവിലൂടെ നടക്കുന്നവൻ ഹല്ലേലൂയ സഭയെ കുറിച്ചൊരു കുറ്റം പറയുന്നതായി വെളിപ്പാട് പുസ്തകം 2:4, 14, 20 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ സഭകളിൽ നടക്കുന്ന കുറ്റം കണ്ടപ്പോൾ കണ്ണടച്ചു മൗനമായി പോകാതെ മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഹല്ലേലൂയ വലിയ കഷ്ടതയിലാക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും എന്ന് സഭയുടെ നാഥൻ കർക്കശമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2:5, 16, 22, 23 എന്നീ വാക്യങ്ങളിൽ കാണുന്നു. ഇന്ന് വ്യക്തികളിൽ അഥവാ സഭകളിൽ കുറ്റം കാണുമ്പോൾ വ്യക്തി സഭ വിട്ടു പോകുന്നു. അങ്ങനെ സഭ ഹല്ലേലൂയ ആമേൻ അത് ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ പാസ്റ്റർ പിണങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഇലയ്ക്ക് മുള്ളിന് കേടുകൂടാതെ ചികിത്സ ചെയ്യാതെ ശാസിക്കാതെ അധ്യക്ഷന്മാർ, പരമ അധ്യക്ഷന്മാർ പദവികൾ, കസേരകൾ കൊടുത്ത് ആദരിക്കുകയും ആഴ്ചതോറും അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ ഇതൊക്കെയും തെറ്റായ കാര്യങ്ങളാണ്. ആരും ബലഹീനരാകുന്നില്ല, രോഗികളാകുന്നില്ല, നിദ്ര കൊള്ളുന്നില്ല. ഹല്ലേലൂയ 1 കൊരിന്ത്യർ 11:30 പറയുന്നത് അയോഗ്യമായി, അതായത് യോഗ്യതയില്ലാതെ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും നിദ്ര കൊള്ളുകയും ചെയ്യുന്നു എന്ന് വചനം കിടക്കുന്നു. എന്നാൽ ഇന്ന് അപ്രകാരം പുറമേ ഇതൊന്നും കാണുവാൻ കഴിയാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ഭയമില്ലാതായി തീർന്നിരിക്കുന്നു. എന്നാൽ ആത്മീയ മരണം സംഭവിക്കുന്നു എന്ന് അറിയുന്നില്ല. കാരണം കർത്താവ് ബാലശിക്ഷ കഴിക്കുന്നില്ല. അതിന് കാരണം ബാലശിക്ഷ കർത്താവ് സ്നേഹിക്കുന്ന മക്കൾക്കത്രേ, കൗലുടയന്മാർക്കല്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:6 മുതൽ 8 വരെ കാണുന്നു. ഹല്ലേലൂയ ആമേൻ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത് എന്താണ്? സഭ എന്ന
പേരിൽ അറിയപ്പെടുന്നതിനെ കർത്താവ് കൈവിട്ടു. അവിടം വിട്ട് കർത്താവ് ഇറങ്ങിപ്പോയി. കുറ്റം കണ്ടാൽ മിണ്ടാതിരിക്കുന്നതല്ല, അതിനെ ചൂണ്ടിക്കാണിച്ച് എതിർക്കുന്നതാണ് പുരുഷത്വം. പൗലോസ് അഭിമുഖമായി എതിർത്ത് നിന്നു. എല്ലാവരും കേൾക്കെ കേഫാവിനെ ചോദ്യം ചെയ്തു. കർത്താവ് കർശന മുന്നറിയിപ്പ് നൽകി. ഒരു പൗലോസിനും ഇന്ന് ധൈര്യമില്ല ഇങ്ങനെ ചെയ്യുവാൻ. ഏത് കുറ്റവും വ്യക്തി ജീവിതത്തിൽ ഉപദേശത്തിൽ കണ്ടാലും കേട്ടാലും ആരും ഒന്നും മിണ്ടുന്നില്ല. ഭയമാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നടന്ന് തൻ്റെ വഴിക്ക് പോകുക എന്നതാണ് ദേഹത്തിന് നല്ലത് എന്ന് അവർ നനയ്ക്കുന്നു. പൗലോസുമാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ, അല്ലെങ്കിൽ കർത്താവ് തന്നെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. പാപം ചെയ്ത് പിശാചിനിടം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിന്റെ ആത്മാവ് തന്നെ വാസ്തവമായി ഹല്ലേലൂയ വ്യക്തികളോട് സഭകളോട് ഇടപെട്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാനാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അറിയിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഇങ്ങനെ ഹൃദയത്തിൽ മുറിവേൽക്കുന്നതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായി തീരുന്നു എന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം. ജനങ്ങൾ കൂടെ കൂടെ അതിവേഗം മുറിപ്പെടുകയും ഇടറുകയും അല്ലെങ്കിൽ വേദനപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. നാം മുറിപ്പെടുന്നു എങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ നിഗളമാണ് മുറിപ്പെടുന്നത് എന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹാമാൻ പാർസി രാജ്യത്ത് ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു. എന്നാൽ ഒരേ ഒരു മനുഷ്യൻ തൻ്റെ മുന്നിൽ മുട്ടുമടക്കാതെ കുമ്പിടാതിരുന്നതിനാൽ തൻ്റെ നിഗളം എത്രമാത്രം മുറിപ്പെട്ടു എന്ന് നോക്കുക. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇത് കാണുന്നു. യുദ്ധത്തിൽ തോൽവി അടഞ്ഞതിനാൽ ഹല്ലേലൂയ എന്നെ പടയിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് യാചിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് വിശുദ്ധ വേദ പുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുന്നു. അതെ, മുറിവേറ്റ ഒരുവന് കർത്താവിന്റെ യുദ്ധങ്ങളെ തുടർന്ന് ചെയ്യുവാൻ സാധ്യമല്ല. അവൻ അപമാനിതനായി യുദ്ധക്കളത്തിൽ നിന്ന് പോകേണ്ടിയിരിക്കുന്നു. ഇടർന്നവർക്ക് ആത്മീകമായി ആഴം ഇല്ല എന്ന സത്യം കർത്താവായ യേശു മർക്കോസ് എഴുതിയ സുവിശേഷം 4:5, 6, 17 എന്നീ വാക്യങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് ആത്മീകം ആഴമുണ്ടോ? അതോ നാം മുറിപ്പെട്ടവരായി ഹല്ലേലൂയ നമ്മെ വേദനിപ്പിക്കുകയോ മുറിപ്പെടുത്തുകയോ ഇടർച്ചയുണ്ടാക്കുകയോ ചെയ്യുന്നവരോട് കുറ്റം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നുവോ? ക്രിസ്തുവിന്റെ നല്ല ഭടനായിരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് 2 തിമോഥെയോസ് 2:3 കാണുന്നു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി പാപം, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ എന്നിവയോട് പോരാടേണ്ട ഒരു നല്ല പോരാട്ടം നമുക്കുണ്ട്. ആകയാൽ പോർക്കളത്തിൽ നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽക്കാതെ തിരിക്കുവാൻ നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. യുദ്ധക്കളത്തിൽ തന്നെ നമുക്ക് കാണപ്പെടാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും ആണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വ്യക്തികളെ സ്നേഹിക്കുകയും അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ വചനമാകുന്ന വാളെടുത്തുകൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരു യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു ദിനം കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും അങ്ങ് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു നാഥാ.
കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണപ്പാ. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകണപ്പാ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ തക്കോണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവെ. ഞങ്ങളുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപ അങ്ങ് തരണം കർത്താവെ. ആമേൻ. നശിക്കുന്ന ജനങ്ങളെ നിത്യജീവൻ ഒരുക്കുവാനുള്ള ഒരു ആത്മപാര ഈ നാളുകളിൽ നൽകണപ്പ. ദൈവവചനത്തിലൂടെ കേട്ടതുപോലെ സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കുവാൻ, യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ എൻ്റെ യേശു കർത്താവിന്റെ കൽപ്പനയാണല്ലോ കർത്താവെ. ദൈവം ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾ ഞങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരോട് സാക്ഷിക്കുന്നവരായി തീരുവാൻ തക്കോണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവെ. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. സുവിശേഷം അറിയിക്കുന്നവരുടെ കാലം എത്ര മനോഹരമെന്ന ദൈവത്തിന്റെ വചനം പോലെ സുവിശേഷം അറിയിക്കുന്നവരെല്ലാം കുടുംബമായി യേശുവിന്റെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പരിശുദ്ധാത്മാവിനാൽ തന്നെ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ. സുവിശേഷ വിരോധികൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവേ, ഈ പരീക്ഷഘട്ടങ്ങൾ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ സകല ജനത്തിന്റെ മേലും പകരണം. സുവിശേഷ വിരോധികൾക്ക് ഒരു മാനസാന്തരം നൽകണം കർത്താവേ. അവർ നശിച്ചു പോകാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. രോഗാവസ്ഥയിൽ ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരുന്നു കൊണ്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ. യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നൽകണമേ. ഒരത്ഭുത സാക്ഷികളായി പുറത്തു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. മറ്റിതര വിഷയങ്ങളും ഭാരത്തോടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോബിയെ സേവിക്കുന്ന വചനം പോലെ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കേണ്ട സന്തോഷങ്ങളും സൗഖ്യങ്ങളും സമാധാനങ്ങളും അനുഭവിച്ചുകൊണ്ട് കർത്താവേ, കുടുംബജീവിതങ്ങളിലെ സമാധാനം നഷ്ടപ്പെടുത്തി എല്ലാ പൈശാചിക ശക്തിയുടെ പിടിയിൽ നിന്ന് വിടുവിച്ച കർത്താവേ, കുടുംബമായ ഐക്യത്തോടെ സ്നേഹത്തോടെ നിലനിൽപ്പാൻ ദൈവം സഹായിക്കണം. ഐക്യതയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ കുടുംബത്തിലെ എല്ലാ വ്യക്തികളെയും നിയന്ത്രിച്ച് നടത്തണപ്പ. അനുഗ്രഹിക്കും, മാനിക്കും, സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളു. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.